ഇത്രേ വാല്യൂ ഉള്ളൂ. ശരിയാണ് ശ്രീ സി കെ ശാസ്ത്രി, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ പറയുന്ന കാര്യങ്ങളായി മാറുകയാണല്ലോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണത്തിലേറാൻ വേണ്ടി ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറയുന്നു. അന്ന് PM ശ്രീ പദ്ധതിയോട് എതിർപ്പ്, PMAY പദ്ധതിയിലാണെങ്കിൽ ഇങ്ങനെ മുദ്ര വെക്കുന്നതിനോടൊക്കെയുള്ള എതിർപ്പ്, ഇതൊക്കെ വന്നിരുന്നു. ഇനി സംസ്ഥാന സർക്കാർ മുദ്ര വെച്ചപ്പോൾ സംഘപരിവാറിന് കീഴടങ്ങി എന്ന രീതിയിലുള്ള വിമർശനം, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ BJPക്ക് കേന്ദ്ര സർക്കാരിന് കീഴടങ്ങി എന്ന രീതിയിലുള്ള വിമർശനം, കാവ്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിമർശനം. അധികാരത്തിലെത്തിയപ്പോൾ കസേര മാറിയപ്പോൾ ആ നിലപാടിനൊപ്പം തന്നെ നിങ്ങളും കൂടുകയാണ്. PMAYയിലും നിങ്ങളുടെ നിലപാട് മാറ്റമാണ് കാണുന്നത്. നല്ലതാണ്, കുറെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അത് അങ്ങനെ തന്നെ നടന്നോട്ടെ മുന്നോട്ട്. അത് മുദ്ര വെക്കണമെങ്കിൽ മുദ്ര വെക്കട്ടെ. ആ ഒരു നിലപാടെടുത്തത് നന്നായി എന്തായാലും. പക്ഷേ ഈ നിലപാട് മാറ്റമുണ്ടല്ലോ, എന്നിട്ട് സംഘപരിവാർ വിരുദ്ധത പറയുകയും ചെയ്യും. മഞ്ജുഷ, ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് സൂചിപ്പിച്ചോ. സാക്കിറിലേക്ക് പോയിട്ട് പോരെ? എനിക്ക് ആദ്യം പറയാനുള്ളത്, സാക്കിർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ദയവായിട്ട് ഞാൻ പറയുന്നത് മുഴുവൻ പറയാനുള്ള സമയം തരണം. ആദ്യമായി CPMന്റെ ആളുകൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് CPMന്റെ പാർട്ടി ഘടകങ്ങളിൽ അതിൻ്റെ നേതാക്കന്മാർക്കെതിരെ, കാരണഭൂതർക്കെതിരെ, CPMന്റെ സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിപ്പിച്ചതിനെതിരെ, അങ്ങനെ നിരന്തരമായ കുഴപ്പങ്ങൾ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവരുണ്ടാക്കുന്ന പുതിയ പുതിയ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, കാള പ്രസവിച്ചു എന്ന് CPMന്റെ സൈബർ ഗുണ്ടകൾ പോസ്റ്റ് ഇടുമ്പോൾ അത് 3 കണ്ണാണ് എന്ന് ന്യൂസ് 18-നും 4 കണ്ണാണ് എന്ന് ഏഷ്യാനെറ്റും 5 കണ്ണാണ് എന്ന് വേറൊരു ചാനലും 1 കോങ്കണ്ണാണ് എന്ന് വേറൊരു ചാനലും പറയുന്നത് പോലെയുള്ള എന്താ പറയുക വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതിന്മേൽ ചർച്ച നടത്തുകയല്ലാതെ നിങ്ങളിപ്പം ഇന്നത്തെ ന്യൂസ് 18 കൊടുത്തിട്ടുള്ള ടൈറ്റിൽ തന്നെ നിങ്ങളെ ഇപ്പോൾ ഇത് തലവാചകമൊക്കെ പറഞ്ഞ് ചർച്ച നിയന്ത്രിക്കുന്ന മഞ്ജുഷനോട് ഡിബേറ്റ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അതിൻ്റെ മന്ത്രിമാരോ നേതാക്കളോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞത് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി എന്ന് നിങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത. PMAY പദ്ധതിയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? PM ശ്രീ പദ്ധതിയിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? 2-3 കേട്ടാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തിരുത്താം. PMAYയിലും പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, പിന്നെ PM ശ്രീ പദ്ധതി, ഈ രണ്ടിലും എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് എന്നത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതിനിപ്പോ അത് നമ്മൾ കേട്ട് മടുത്ത ഒരു കാര്യമാണ്. KM ഷാജി തന്നെ അത് വെറുതെ പറഞ്ഞാണെന്നാണ് പറഞ്ഞത്. ഷാബു പ്രസാദ്, ഞാൻ പറയട്ടെ? ഷാബു പ്രസാദ്, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുക തെറ്റാണെങ്കിലോ അല്ല അതിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞോളി. ഈ രണ്ട് സംഗതി നമുക്ക് ഇങ്ങനെ പോകാം ഇന്നത്തെ ചർച്ച. ഞാൻ വളരെ കൃത്യമായി ചർച്ച കാണുന്ന ആളുകൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാവട്ടെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കല്ലേ. ഞാൻ മഞ്ജുഷിന് ചില രേഖകൾ കൂടി അയക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങളുടേതല്ല, അത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്ന് PM ശ്രീയിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെയൊക്കെ റെക്കോർഡ് പിന്നെ അവിടെ ഉണ്ടാകും. അന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരിക്കുന്ന നിലപാടിനോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യോജിക്കുന്നില്ല. അത് UDF അധികാരത്തിൽ വന്ന് നടപ്പിലാക്കില്ല. അതിന് തർക്കമില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതെ, അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് കാവ്യവൽക്കരിച്ചിരുന്നോ? അതായത് PM ശ്രീ പദ്ധതി പിന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ മുന്നോടിയായി മാതൃകാ സ്കൂളുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടും അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കും എന്ന ഘട്ടത്തിൽ ആണ് CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണകക്ഷിയിൽ ഇരുന്നു കൊണ്ട് അതിനെതിർക്കുകയും പിന്നീട് ആരും അറിയാതെ പോയി ഒപ്പിടുകയും ചെയ്തതാണ്. നമ്മുടെ വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞത്, നേരത്തെ മഞ്ജുഷ് ചോദിച്ചതുപോലെ, മുസ്ലിം ലീഗ് എന്ന പാർട്ടി പറഞ്ഞത്, അതിന്റെ നേതാക്കന്മാർ പറഞ്ഞത്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പലപ്പോഴും പറഞ്ഞത് നിങ്ങളുടെയൊക്കെ കൈകളിലുണ്ട്, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, കാവ്യവൽക്കരണം നടത്തുന്ന RSSന്റെ അജണ്ട കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് LDF ആണെങ്കിൽ ശരിയല്ല, UDF വന്നാൽ അത് നടപ്പിലാക്കില്ല. അത് ഇപ്പോഴും അതേ സ്റ്റാൻഡാണ്.
അതിന് മാറ്റം വന്നോ മനുഷ്യ? അല്ല, ഒരു സെക്കൻഡ്. വിരുദ്ധമായി അറബിക്കടൽ നിൽക്കട്ടെ. യു ഡി എഫ് മറ്റൊരു കാര്യം, PM-ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞിരുന്നു PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആരാണ് തീരുമാനമെടുത്തത്? അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഒരു മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിട്ടേ ഉള്ളൂ എന്ന്. ഇന്ന് മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞ എന്താണ്? PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാണ്. അപ്പോൾ കാര്യം വ്യക്തമായി കഴിഞ്ഞു. PM-ശ്രീയുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി അതിനകത്തുള്ള ക്ലോസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ താങ്കൾ പറയുമായിരിക്കും, അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു താങ്കൾ, ഈ കാവ്യവൽക്കരിക്കുവാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല, കരിക്കുലമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, സ്കൂളുകളെയൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് PM-ശ്രീ പദ്ധതിയുടെ എഗ്രിമെൻറ്റിലും ഉള്ളത്. ശ്രീ ഷാക്കിർ, നിങ്ങൾ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അതിലേക്ക് ചേർക്കാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കരാറിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. മന്ത്രിസഭ പോലും തീരുമാനമെടുക്കാതെ പോയി ഒപ്പിട്ട ഒരു കരാറാണിത്. അതിനെതിരെ നിങ്ങൾ ഒരു ശബ്ദവും ഉയർത്തുന്നില്ല. ഇപ്പോൾ അവരൊപ്പിട്ട് പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വശവും ആലോചിക്കുന്നു പോലുമില്ല. എന്ത് ജനങ്ങളെ പറ്റിക്കുകയാണ്? ഞങ്ങൾ സംഘപരിവാറിന് കീഴടങ്ങില്ല, ഞങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരാണ്. എൻ്റെ മഞ്ജുഷേ, മുഴുവൻ നിങ്ങൾ പറയണേ, പിന്നെ ഞാനിവിടെ ഇരിക്കണോ? മുസ്ലിം ലീഗ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഇപ്പം ഞാനും മഞ്ജുഷും സംസാരിക്കുന്ന ഈ ദിവസം വരെ UDFന്റെ സർക്കാർ മെയ് 18-ാം തീയതിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് വരെ PM-ശ്രീയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിരഭിപ്രായം പറഞ്ഞ വിഷയത്തിൽ അന്ന് പറഞ്ഞതിന് വിരുദ്ധമായി വല്ലതും ചെയ്തോ മഞ്ജുഷേ? PM-ശ്രീ പദ്ധതി നടപ്പാക്കിയ മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. വിഷയത്തിൽ നിയമസഭയിൽ N. ഷംസുദ്ദീൻ പറഞ്ഞു. ഷാക്കിറെ, താങ്കൾ കേട്ടതല്ലേ? PM-ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എന്തെങ്കിലും വേണോ ഇതിനകത്ത്? ഉദാഹരണമായിട്ട് അറബിക്കടലിൽ തള്ളാനൊന്നും പറ്റില്ല എന്ന് തദ്ദേശ മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഒരു ഓളത്തിന് പറഞ്ഞതാണ്, അതൊരു രാഷ്ട്രീയ പ്രതികരണം എന്ന് കണ്ടാൽ മതിയെന്ന്. മനുഷ്യ ഒന്ന് പ്ലീസ് പറയാൻ സമ്മതിക്കും. എന്നോട് ചോദിച്ചോണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ചോദിച്ചോ, ഞാൻ പറയാം. മറ്റു രണ്ടാളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ആവർത്തിച്ച് ചോദ്യം ഇത് കേൾക്കുന്നവർ കേൾക്കട്ടെ. നിങ്ങൾ എടുത്തുള്ള ഏത് ഫയലും പുറത്തേക്ക് വെച്ചോ. അല്ല, ഒരു ഫയലും വേണ്ട. ഞാൻ കേട്ട കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ഫയലും വേണ്ട, എന്റെ ഒരു ഫയലും ഇല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. നിങ്ങൾ നോക്ക്. അല്ല, ഇനി ഞാൻ പറയുന്നത് ശരിയല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഫയൽ എടുത്തോ. ഞാൻ ഉറച്ചു നിൽക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ നിങ്ങളിപ്പോ പറയുന്ന വിവാദ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിരുദ്ധമായി പ്രവൃത്തിയിൽ കൊണ്ടുവന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കാണിക്കണം. അതാണ് PM-ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമല്ലേ? നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. PM-ശ്രീ പദ്ധതി നിങ്ങൾ നടപ്പാക്കില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. PM-ശ്രീ പദ്ധതിയെ LDF ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ എതിർക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്നത് അത് തന്നെയല്ലേ? ഇനി എനിക്കത് ആവർത്തിച്ച് പറയാൻ പറ്റില്ല. അത് തന്നെയല്ലേ നിലപാട് മാറ്റം? പിന്നെ PM-AVയുടെ കാര്യത്തിൽ ആവാസ് യോജനയുടെ കാര്യത്തിൽ ഈ മുദ്രയൊക്കെ വെക്കുന്നത്, അല്ല, ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുമെന്ന LDF സർക്കാരിന്റെ അതേ നിലപാട് തന്നെയല്ലായിരുന്നു നിങ്ങളുടെയും? മറിച്ചൊരു നിലപാടുണ്ടായിരുന്നോ? അന്ന് LDF പറയുന്നുണ്ടായിരുന്നു മോദിയുടെ ഫോട്ടോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കുമെന്ന്. PM-ശ്രീയിലും അങ്ങനെ തന്നെയാണ്, പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കുമെന്ന് പ്രചരിച്ചിരുന്നു. അത് നിങ്ങളും ഏറ്റുപാടിയിരുന്നു. നിങ്ങളുടെയും നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിൽ അതൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അതിലും നിലപാട് മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. PM-AV കുഴപ്പമില്ല എന്ന് ഇന്നലെ തന്നെ തദ്ദേശ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, KM ഷാജി. നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. ഞാൻ ഇപ്പൊ മഞ്ജുഷിന് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് രണ്ട് വിഷ്വൽസ്, രണ്ട് PM-AV പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2025 മുസ്ലിം ലീഗിന്റെ തദ്ദേശ വകുപ്പിലെ നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് കേരള സർക്കാരിനോട്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നാൽ അത് BJPയുടെ ഫണ്ടല്ല, അത് വാങ്ങണം. നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കണം. 4,95,00,000 പേർക്ക് വീട് നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. അത് വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നതിന്റെ വീഡിയോ 2 ചാനലുകളിൽ വന്നത്
ഞാനിപ്പോ മഞ്ജുഷ നൽകിയിട്ടുണ്ട്. ശരിയാണ്. അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ PMAവയെ നിങ്ങൾ പിന്നെ എതിർത്തു അണ്ടിമുക്ക് എന്നല്ല ശാഖ പറയുന്നത്. പറയുന്നത് ഒരു മുദ്ര പറയല വെക്കുന്നതിനെ മനുഷ്യൻ. എതിർത്തിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. മുദ്ര വെക്കുന്നതിനെ എതിർത്തിരുന്നോ ഇല്ലയോ? നിങ്ങളുടെ നിലപാട് അതായിരുന്നോ അല്ലയോ? അതോ മുദ്ര വെച്ചോട്ടെ, ആത്മാഭിമാനത്തിന് കോട്ടം തട്ടിക്കോട്ടെ എന്നതായിരുന്നോ നിലപാട് എന്നാണ് ഞാൻ ചോദിച്ചത്. കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെക്കരുത് എന്ന് നിങ്ങളുടെ നിലപാട് ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പി എം ശ്രീയുടെ കാര്യത്തിലും കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഔദാര്യമല്ല എന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. PMAവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന്റെ നടത്തിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നത്. അത് അന്നൊരു നിലപാട്, ഇന്നൊരു നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, അവിടെ തിരുത്തേണ്ടത് മഞ്ജുഷെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, മഞ്ജുഷിനെ, മറ്റു പാർട്ടിക്കാരൊന്നുമല്ല. അന്ന് പറഞ്ഞത്, അന്ന് അങ്ങനെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അല്ല, എന്നാ പിന്നെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? അല്ലല്ല, ഞാൻ പറയട്ടെ, അല്ല അത് ക്ലാരിറ്റി വരുത്തി പോകും. അല്ല, ക്ലാരിറ്റി വരുത്തി പോകണം. അല്ലല്ല, താങ്കൾ ഇങ്ങനെ സംശയം നിഴലിലാക്കരുത്. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന നടപ്പിലാക്കണം. അത് പ്രകാരം വീടുകൾ, അതിന്റെ എണ്ണമൊക്കെയുണ്ട്, വീടുകൾ സംസ്ഥാനത്ത് നിർമ്മിക്കുകയും ചെയ്തിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി. അങ്ങനെ വീടുകൾ നിർമ്മിച്ചപ്പോൾ അതിൽ ഈ ലോഗോ വേണം എന്നുള്ള കാര്യം, PMAവയുടെ ലോഗോ വേണം എന്നുള്ള കാര്യം കേന്ദ്രം നിഷ്കർഷിച്ചു. അതനുസരിച്ച് അത് നടപ്പാക്കേണ്ടിയും വന്നു. 2 തവണ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകി. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ലോഗോ പതിപ്പിക്കുന്നത്, കേന്ദ്ര ലോഗോ പതിപ്പിക്കുന്നത്, PMAവയുടെ ലോഗോ പതിപ്പിക്കുന്നത് അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് വേണ്ട, അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടിരുന്നു. ആ സമയം LDF സർക്കാരിൻ്റെ നിലപാടിനൊപ്പമായിരുന്നോ നിങ്ങൾ? അതോ ലോഗോ പതിപ്പിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ആത്മാഭിമാനമൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടായിരുന്നു നിങ്ങളുടേത്? അതിലൊരു ക്ലാരിറ്റി വരുത്തിയാൽ മതി. ഞാൻ അറിഞ്ഞെടുത്തോളം എൻ്റെ കാര്യം കൂടി പറയാം, ഞാൻ അറിഞ്ഞ കാര്യം പറയാം. അന്ന് UDFന്റെ നിലപാട് ഇങ്ങനെ, അല്ലല്ല, ആ വീട്ടുകാർക്ക് മോശമുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെതായി വരരുത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ തിരുത്തിക്കോളൂ. അല്ല, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല, അർദ്ധസത്യമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ മഞ്ജുഷിന് അയച്ചതിൽ ഒരുപക്ഷെ മഞ്ജുഷിന് കൈവശം ഉണ്ടാകും. 2023 നവംബർ 4-ാം തീയതി നമ്മുടെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമ്മളെ നഗരസഭാ സെക്രട്ടറിമാർക്ക് അയച്ചുള്ള കത്ത്, ആ കത്തില് അവർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇന്ന മാനദണ്ഡ പ്രകാരം നിർബന്ധമായും നിങ്ങൾ ഈ PMAവയുടെ ലോഗോ പ്രദർശിപ്പിക്കണം. എന്നിട്ട് അതിന്റെ മാനദണ്ഡം പറയുന്നുണ്ട്, ഇത് ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രവുമല്ല, ഇപ്പൊ 2025 ഇവര് ഒടുവിൽ നിർമ്മിച്ചിട്ടുള്ള, ഇപ്പൊ CPMകാരൊക്കെ മാറ്റി പറയുന്നുണ്ട്, പക്ഷെ ഒക്കെ എല്ലാം രേഖകളുണ്ട്. ഞങ്ങൾ മാറ്റി പറയില്ല, മാറി പ്രവർത്തിക്കില്ല. മോഡിയോട് അന്ധമായ, എന്താ പറയാ, പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് മോഡിയെ അംഗീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നരേന്ദ്രമോദി RSSന്റെ വേഷം ഇട്ട് വന്നാൽ ഒരിക്കലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ LDF സർക്കാരിന്റെ നിലപാട് ഈ ലോഗോ വെക്കരുത് എന്നായിരുന്നു. പക്ഷെ വെക്കേണ്ടി വന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയുടെ ഈ ഉത്തരവ് എന്റെയിലുമുണ്ട്, വെക്കേണ്ടി വന്നു. ഇപ്പോഴും ആ വീടുകളിൽ ആ ലോഗോ ഉണ്ട്, പല വീടുകളിലും ആ ലോഗോ ഉണ്ട്. അതില്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. LDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ലോഗോ പതിച്ചിരുന്നു. കാരണം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ നിഷ്കർഷയായിരുന്നു അത് വേണമെന്നുള്ളതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാടാണെന്നേ. ഞാൻ പറയുന്നു, അന്ന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. 2 തവണ കത്തയച്ചു. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ലോഗോയ്ക്ക് ഞങ്ങളെ നിർബന്ധിക്കരുത്. അതാ ഞാൻ വീണ്ടും പറയുന്നു, ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നു, അവരുടെ അഭിമാനം സംരക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു അത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, അങ്ങനെ ആ വീടുകളിൽ ലോഗോ പതിക്കരുത്, അത് അവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ് എന്ന്. ആ സമയത്ത് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നിലപാട് അത് കുഴപ്പമില്ല, അവിടെ ലോഗോ വന്നോട്ടെ, അതിന് ഈ ലോഗോ അല്ല പ്രധാനമന്ത്രിയുടെ ഫോട്ടോയാണെങ്കിലും കുഴപ്പമില്ല എന്നായിരുന്നോ നിങ്ങളുടെ നിലപാട് എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറയുന്നു, നിങ്ങളുടെ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പമായിരുന്നു എന്നാണ്. ആ ആത്മാഭിമാനത്തിന് കോട്ടമുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നായിരുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. എന്നെ തിരുത്താനൊന്നും സമയം തരും നിങ്ങള്. താങ്കൾ അത് പറയുന്നില്ലല്ലോ, സമ്മതിക്കണില്ലല്ലോ. അല്ല, ഞാൻ പറയാം. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം തരാൻ കഴിയില്ലല്ലോ. സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാം ഡോക്യുമെന്റഡ് ആണ്. എല്ലാം ഞാൻ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെടുത്ത് അതിന് മറ്റു കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റും മഞ്ജുഷിന് അയച്ചു വെച്ചത് എന്തിനാണ്? ഞങ്ങളുടെ അക്കാലത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള രേഖകളുണ്ട്. 2025
ഞങ്ങൾ സ്റ്റാൻഡ് എന്താണെന്നറിയോ? ഇപ്പോഴും അപ്പോഴും മനുഷ്യരുടെ പാവപ്പെട്ടവരായി എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. എന്നാൽ ഈ കേന്ദ്ര സർക്കാർ ഇത്തരം സംഗതികൾ വാശി പിടിക്കുമ്പോൾ അത് മനുഷ്യർക്ക് ദോഷകരമല്ലെങ്കിൽ ഇപ്പോ ലോഗോ പ്രദർശിപ്പിക്കാൻ പിണറായി സർക്കാർ ആദ്യം എതിർക്കുകയും പിന്നീട് അത് പ്രദർശിപ്പിക്കണമെന്ന് കുടുംബശ്രീ വഴി നഗരസഭാ സെക്രട്ടറിമാർ കത്തയക്കുകയും എല്ലാ വീടുകൾക്ക് മുമ്പിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് PM വീടിൽ മാത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന മാത്രമല്ല, ലൈഫ് മിഷൻ വീടുകളിൽ ലൈഫ് മിഷൻ വീട് 100% ഈ പിണറായി സർക്കാരിന്റെ അണ്ടറിലായിരുന്നല്ലോ. ആ വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഫോട്ടോ ഉൾപ്പെടെ ഗുണഭോക്താവിന്റെ ഞാൻ പറയുന്നു ഷാക്കിറ ഇപ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ആയിക്കോട്ടെ എന്നല്ലേ നിങ്ങളും പറയുന്നത്. ഇനി അതിനെ പറയണ്ട ഷാക്കിറെ. അതിനകത്ത് താങ്കൾ ഞാൻ പറഞ്ഞ കാര്യത്തെ താങ്കൾ ആദ്യം എതിർത്തിരുന്നു. പക്ഷെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ബോധ്യമായി. നിങ്ങളുടെ നിലപാട് ആത്മാഭിമാനത്തിനൊക്കെ കോട്ടം തട്ടും, പക്ഷേ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, അത് കളയണ്ട, അത് മേടിച്ചെടുക്കാം. അല്ല, താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ലോഗോ വെച്ചല്ലോ എന്ന്. അല്ലല്ല, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ലോഗോ വെച്ചല്ലോ എന്ന്. മേടിക്കണം, അത് തന്നെയാണ് മേടിക്കണം. അതുകൊണ്ട് ലോഗോ വെച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പക്ഷേ ലോഗോ വെക്കരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തെളിവ് ഹാജരാക്കാം. അന്ന് ലോഗോ വെക്കരുത്, അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടമുണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ പക്ഷേ ആ വീടുകളിൽ ലോഗോ വെക്കുന്നതിനെ അനുകൂലിക്കുകയാണ്. നല്ല കാര്യം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് നിലപാട് മാറ്റം തന്നെയാണല്ലോ അല്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.